ഹായ് ഓൾ ഫേസ്ബുക്കിൽ മൊത്തത്തിൽ പ്രശ്നമാണ്. പല ആൾക്കാരുടെയും അക്കൗണ്ട് സസ്പെൻഡും അതുപോലെ തന്നെ റെസ്ട്രിക്ഷനും ലിമിറ്റും ഒക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാർക്കും മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് എൻ്റെ അക്കൗണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്. പല ആൾക്കാർക്കും മനസ്സിലാകുന്നില്ല. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ, അതിനൊക്കെയുള്ള എന്താണ് റീസൺ, നിങ്ങളുടെ അക്കൗണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ആവുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഒരുപാട് പേര് അവർക്ക് തെറ്റല്ലാത്ത രീതിയിൽ തെറ്റല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ ഫേസ്ബുക്കിന്റെ കണ്ണിൽ അത് തെറ്റാണ്. പല ആൾക്കാർക്കും അത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതും കൂടി ഒന്ന് വ്യക്തമായിട്ട് ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. 100, 200, 150, 50 ഒക്കെ ഫോളോവേഴ്സിലെ ഇവരുടെ അക്കൗണ്ടൊക്കെയാണ് ഇപ്പോൾ നിലവിൽ റെസ്ട്രിക്ഷനും സസ്പെൻഡൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇനി അങ്ങോട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഇങ്ങനൊന്നും സംഭവിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇപ്പൊ നിലവിൽ ഈ അടുത്ത കാലത്തായിട്ട് ഇങ്ങനൊരു ഇഷ്യൂസ് ആണ് കൂടുതൽ ആൾക്കാർക്ക് വന്നിരിക്കുന്നത്. അതായത് ഇൻഓതന്റിക് എൻഗേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് അംഗീകരിക്കാത്ത രീതിയിലുള്ള എൻഗേജ്മെന്റ്. ഫേസ്ബുക്ക് അംഗീകരിക്കുന്ന എൻഗേജ്മെന്റ് നമ്മളുടെ കണ്ടന്റിൽ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റിൽ വരുന്ന ലൈക്ക്, കമന്റ്, അതുപോലെ തന്നെ ഷെയർ, ഇതൊക്കെ ജെനുവിൻ ആയിരിക്കണം. അതല്ലാതെ നമ്മൾ മറ്റുള്ള തേർഡ് പാർട്ടി ആപ്സിൽ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടും ചെയ്യുന്ന എന്തുമായിക്കോട്ടെ, അത് ഫോളോവർ ആയാലും ശരി, ലൈക്ക് ആയാലും ശരി, എന്തായാലും ശരി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫേസ്ബുക്ക് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഫേസ്ബുക്ക് നിങ്ങളുടെ കണ്ടന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ജെനുവിൻ ആയിട്ട് വരുന്ന ലൈക്ക്, കമന്റ്, ഇതൊക്കെയാണ് ഫേസ്ബുക്ക് അംഗീകരിക്കുന്നത്. 8 കാരണങ്ങളുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂസ് വരാൻ സാധ്യതയുള്ള കാരണങ്ങൾ. അപ്പോൾ അത് ഏതൊക്കെയാണ് ബൈ ടു ബൈ ആയിട്ട് ഞാൻ പറയാം. അതിൽ 1ാം നമ്പർ തന്നെയാണ് നമ്മുടെ അക്കൗണ്ടിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഫേസ്ബുക്കിലൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഇത്ര എമൗണ്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ഫോളോവേഴ്സ് തരും, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര എമൗണ്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ലൈക്ക് തരും, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്മൾ റീച്ച് ആക്കി തരും, എൻഗേജ്മെന്റ് കൂട്ടിത്തരും. ഇങ്ങനെയുള്ള പോസ്റ്ററും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ബന്ധപ്പെട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പേയ്മെന്റ് കൊടുത്തിട്ട് ഫോളോവേഴ്സിന് അതുപോലെ തന്നെ എൻഗേജ്മെന്റ്, റീച്ച്, ലൈക്ക് ഒക്കെ വാങ്ങിക്കരുത്. അതൊക്കെ ഇൻഓതന്റിക് എൻഗേജ്മെന്റ് ആയിട്ട് വരുന്നുണ്ട്. അതായത് ഫേസ്ബുക്ക് അംഗീകരിക്കാത്ത രീതിയിലുള്ള എൻഗേജ്മെന്റ് ആയിട്ട് വരുന്നുണ്ട്. മുമ്പൊക്കെ ഇത് ഇഷ്യൂ അല്ല എന്നുണ്ടെങ്കിലും നിലവിൽ AI അണ്ടറിലൊക്കെ ആകുമ്പോഴേ ഫുൾ എല്ലാം പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. യൂട്യൂബ് ഓൾറെഡി മുമ്പ് അതാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഫേസ്ബുക്ക് നിലവിൽ അത് സ്ട്രിക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പോസ്റ്ററിലേക്ക് നിങ്ങൾ ചെന്ന് പെടാതെ ഇരിക്കുക. ഓക്കെ. 2ാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേ സ്പോട്ടിൽ തന്നെ ഒരുപാട് ഗ്രൂപ്പിലേക്ക് ഒരൊറ്റയടിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കിൽ തന്നെ, ഒന്നെങ്കിൽ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അക്കൗണ്ടിലൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിന്യൂ 8, 10, 15, 20 ഗ്രൂപ്പിലൊക്കെ ഒരൊറ്റയടിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയും ചെയ്യരുത്. 2, 3 ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക. അല്ലാതെ നമ്മൾക്ക് കണ്ടമാനം ഒരേ സ്പോട്ടിൽ തന്നെ ഒരേ ടൈമിന് തന്നെ ഒരുപാട് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യരുത്. അതൊക്കെ ഇൻഓതന്റിക് എൻഗേജ്മെന്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ 3ാമത്തെ കാര്യമാണ്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു ലോങ് വീഡിയോ, കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആയാലും ശരി, നമ്മൾ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും കട്ട് ചെയ്തിട്ടുള്ള ഒരു റീല് നമ്മൾ ഒരു പ്രാവശ്യം കട്ട് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതല്ലാതെ അതിനെ 10 പീസാക്കിയിട്ട് ഈ 10ഉം നമ്മൾ റീലായിട്ട് അപ്ലോഡ് ചെയ്യരുത്. അതും നമ്മൾക്ക് ഇൻഓതന്റിക് എൻഗേജ്മെന്റ് ആയിട്ട് വരും. അതൊക്കെ ഫേസ്ബുക്ക് നമ്മളുടെ ഇത് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് പോളിസിയിലും അതുപോലെ തന്നെ കണ്ടന്റ് പോളിസിയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ അത് ആരും നോക്കാറില്ല. അതാണ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും ഡിഫറെന്റ് ഒരുപാട് പാർട്ടായിട്ട് നിങ്ങൾ വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കരുത്. 4ാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 4ാമത് ആർക്കും ഇത്രയും കാലം ആരും മനസ്സിലാക്കാത്ത കാര്യം തന്നെയാണ്. അതായത് നിങ്ങൾ ഒരു കണ്ടന്റ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിന് വാരി വലിച്ച് ഹാഷ്ടാഗ് ഇട്ട് കൊടുക്കുക. ഒരു 5, 6, 7 ഹാഷ്ടാഗ് ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ഹാഷ്ടാഗ്. ഇത് ചില ആൾക്കാർ 20, 30, 40 ഹാഷ്ടാഗ് ഏത് ക്രോമിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള സൈറ്റിൽ നിന്നോ നമ്മൾ കോപ്പി ചെയ്തിട്ട് നേരെ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതും നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് വരും. പിന്നെ അതുകൂടാതെ തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം 2, 3 പ്രാവശ്യം ഇട്ട ഹാഷ്ടാഗ് വീണ്ടും അതേ ഹാഷ്ടാഗിനെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഇടുമ്പോൾ അതും നിങ്ങൾക്ക് ഇൻഓതന്റിക് എൻഗേജിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 5ാമത്തെ ഒരു കാര്യമാണ് മിസ്ലീഡിങ് പോസ്റ്റ്. അതായത് നമ്മൾ ഒരു ജോബ്, ഇന്ന സ്ഥലത്ത് ജോബ് ഉണ്ട്, ആർക്കൊക്കെ അതിൽ വരാൻ താല്പര്യമുണ്ട്, ഇങ്ങനെയുള്ള പോസ്റ്റ് ഒരിക്കലും അപ്ലോഡ് ചെയ്യരുത്. പെട്ടെന്ന് റെസ്ട്രിക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഫേസ്ബുക്കിന്റെ കണ്ണിൽ അത് നമ്മൾ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നു, പറ്റിക്കപ്പെടുന്നു എന്നുള്ള ഒരു രീതിയിലാണ് ഫേസ്ബുക്ക് കാണുന്നത്. നമ്മൾ കറക്റ്റ് ആയിരിക്കാം, നമ്മളുടെ ഭാഗം കറക്റ്റ് ആയിരിക്കാം, പക്ഷെ
ഫേസ്ബുക്കിൽ നമ്മൾക്ക് അങ്ങനെയുള്ള പോസ്റ്റ് ഇടാനുള്ള അനുവാദം ഇല്ല. അപ്പൊ ഇത് മാത്രമല്ല, നമ്മൾ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും നമ്മൾക്ക് ഒരു ഷോപ്പിന്റെ പരസ്യം ചെയ്യാം. പക്ഷെ പിന്നെ ഇത്ര നമ്മൾ ക്യാഷ് വെച്ചിട്ട് മറ്റുള്ളവരെ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. അത് നമുക്ക് പെട്ടെന്ന് പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ. ആറാമത്തതാണ്, നമ്മൾ ലൈവിൽ പോയി കഴിഞ്ഞാലും അതുപോലെ തന്നെ റീലിൽ പോയി കഴിഞ്ഞാലും പോസ്റ്ററിൽ പോയി കഴിഞ്ഞാലും ഇതാരും ശ്രദ്ധിക്കപ്പെടാത്തൊരു കാര്യമാണ്. നിങ്ങൾ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്കും ഇതുപോലുള്ള ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ലൈവിൽ പോയാലും അതുപോലെ തന്നെ റീലിൽ പോയാലും അതുപോലെ തന്നെ ടെക്സ്റ്റ് ചെയ്താലും പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ മറ്റുള്ളവരോട് ലൈക്ക് ചോദിച്ചു വാങ്ങുക, നമ്മളെ ഫോളോ വാങ്ങുക, അതുപോലെ തന്നെ കമന്റ് ചോദിച്ചു വാങ്ങുക. ഇപ്പൊ ഈ പറയുന്ന ഞാനടക്കം പിന്നെ ഇഷ്ടപ്പെട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാന്നാണ് പറയുന്നുണ്ട്. പക്ഷെ അതും ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടിയെന്ന് വരാം. പക്ഷെ അതിനേക്കാളും ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ചോദിച്ചു വാങ്ങല്ലേ. നമ്മളൊരു കണ്ടന്റ് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവര് തരുന്ന ലൈക്ക്, അതാണ് ഫേസ്ബുക്കിന്റെ കണ്ടിൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു ലൈക്ക്, അതുപോലെ തന്നെ കമന്റ്. ഇതൊക്കെ നമ്മൾ ഒരിക്കലും ചോദിച്ച് വാങ്ങരുതെന്ന ഫേസ്ബുക്കിൽ ഈ അടുത്ത് വന്നിരിക്കുന്ന അപ്ഡേഷനിലൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഏഴാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ AI ക്രിയേറ്റഡ് കണ്ടന്റ്, നമ്മൾ പുറത്തുനിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റ്, നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ല. ഒരു കണ്ടന്റ് നമ്മൾ 8-10 സെക്കൻഡ് കണ്ടന്റ് എടുത്ത് അതേപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു, അതിലൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റിന് നമുക്ക് ഇഷ്യൂസ് വരാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങളുടെ എന്തെങ്കിലും അതിനകത്ത് വേണം, ഒരു എഡിറ്റിങ്ങോ കാര്യമോ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതും നമ്മളുടെ അക്കൗണ്ടിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ എട്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കണ്ടന്റ് നമ്മൾ ഒരു പ്രൊഫൈലിലിട്ട് അതിന്റെ പ്രൊഫൈലിന്റെ അണ്ടറിൽ 5-6 പേജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 2-3 പേജ് ഉണ്ടെങ്കിൽ ഈ പ്രൊഫൈലിലിട്ട അതേ സെയിം കണ്ടന്റ് തന്നെ ബാക്കിയുള്ള പേജിലും അപ്ലോഡ് ചെയ്യുന്നു. ഫേസ്ബുക്ക് പൊട്ടന്മാരൊന്നുമല്ല. നമ്മൾ ഒരു പ്രൊഫൈൽ ഒരു അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ അതേ കണ്ടന്റ് നമ്മൾ 2-3 കണ്ടന്റ് പിന്നെ നമ്മുടെ അക്കൗണ്ടിൽ ഇടാൻ പാടില്ല. നമ്മൾ അതിൽ ഇട്ട് കൊടുക്കാതെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള കണ്ടന്റ് ആയിരിക്കണം. അതല്ലാതെ സെയിം കണ്ടന്റ് തന്നെ നമ്മൾ പ്രൊഫൈലും അതുപോലെ തന്നെ അതിന്റെ കൂടെയുള്ള പേജിലും നമ്മൾ ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് നമ്മൾ ചെയ്യുമ്പോഴാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഇതുപോലുള്ള ഇൻഓതന്റിക് എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കുക. മുമ്പത്തെ പോലെയല്ല, ഫേസ്ബുക്ക് ഇപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും പണി കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് യാതൊരു തരത്തിലുള്ള ടെൻഷനും കാര്യമൊന്നും ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള കണ്ടന്റ് അപ്ലോഡ് ചെയ്യുക, ജെനുവിൻ ആയിട്ടുള്ള റീച്ച് നിങ്ങൾ നേടി ഉണ്ടാക്കുക. അതല്ലാതെ നിങ്ങൾക്ക് ഈ തേർഡ് പാർട്ടി ആപ്പ് വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൃത്രിമമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടോ നിങ്ങൾക്ക് റീച്ച് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. കൂടാതെ ഇങ്ങനെ ഏറ്റവും വേറൊരു കാര്യം എന്ന് വെച്ചാൽ, മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ക്യാഷ് കൊടുത്തിട്ട് പുറത്തുനിന്ന് സർവീസ് ചെയ്യിപ്പിക്കരുത്. കാരണം ഇത് നിങ്ങൾക്ക് ഫേസ്ബുക്ക് തന്നെയാണ് ശരിയാക്കി തരേണ്ടത്. അതല്ലാതെ മറ്റുള്ള ഒരാൾക്കും നിങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ശരിയാക്കി എടുക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവരുടെ അഡ്വൈസ് നിങ്ങൾക്ക് പിന്നെ കേൾക്കാം, അതിൽ കുഴപ്പമില്ല. പക്ഷെ അവർക്ക് ശരിയാക്കി തരാൻ പറ്റില്ല. ശരിയാക്കണമെങ്കിൽ ഇത് ഫേസ്ബുക്ക് തന്നെ വിചാരിക്കണം. അപ്പൊ നിങ്ങൾ ഇതൊന്നും ചെയ്യാണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിന് റിപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ അക്കൗണ്ടിന്റെ പ്രൊഫൈലിന്റെ ഫ്രണ്ട് ഭാഗം അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫേസ്ബുക്കിനൊന്ന് റിപ്പോർട്ട് ചെയ്യുന്നതും നല്ലതായിരിക്കും. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.